സെറ്റ് ചെയ്യാമെന്നാണ്. ഷിംഗ് റോഡും സ്പിന്നിങ് റീലും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫിഷിംഗ് റോഡ് നമുക്ക് സ്പിന്നിങ് റോഡ് ഇതിൽ സെറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അപ്പോൾ ആദ്യം നമുക്ക് സ്പിന്നിങ് റീൽ സെറ്റ് ചെയ്യാം. ഇതിലോട്ട് നോക്കുക. ഫസ്റ്റ് ഇതാ ഈ ഒരു സ്പേസ് കാണും, അതിലേക്ക് കയറ്റിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്യുക, കാരണം ഫിഷിങ് നല്ല വെയിറ്റ് ഉള്ളതാണെങ്കിൽ അത് ഊരി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഒരിളക്കമില്ലാത്ത വിധത്തിൽ നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഈ ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിന് ഓപ്പൺ ആയിരിക്കുക. കാരണം ഈ ലൈൻസ് നമുക്ക് ഈ സൈഡിലേക്ക് വരേണ്ടതാണ്, ഇപ്പുറം സൈഡിലേക്ക് അത് വരണം. അപ്പോൾ അതുകൊണ്ട് ഇതിനത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് മുന്നേ തന്നെ ഇത് ഫുള്ള് ടൈറ്റ് ആണോ എന്ന് നോക്കുക. ഇതിപ്പോൾ ടൈറ്റ് ആണ്, ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കുക. ഇത് ലൂസാണ്. ഇത് ഫുള്ള് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ഫുള്ള് ടൈറ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ സൈഡിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ലൈൻസ് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഊരി എടുക്കാം. ഈ സൈഡിലായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ കണക്കിന്. എന്നിട്ട് നമുക്കിങ്ങനെ ഊരിയെടുക്കുക. ഇതൊക്കെ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ സ്പൈലിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ആ സ്പൈലിൻ്റെത് ഒരു 707 രൂപയാണ് ഞാൻ മേടിച്ചത്. 707 രൂപയുടെ പ്രൊഡക്റ്റാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. അതിനുള്ള മീൻ, അങ്ങനെയുള്ള ഫ്രോഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മണി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക ലൈൻസിൻ്റെ വേറെ എക്സ്ട്രായും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിലോട്ട് സെറ്റ് ചെയ്യണമെന്നും കൂടെ നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ളത് യൂസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ലൈൻസ് ഈ ഹോളിലേക്ക് നമുക്ക് എപ്പോഴും ഇത് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരണം. അപ്പം അതിന് വേണ്ടി ആ സൈഡിലാക്കി വെച്ചിട്ട് ഈ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി വിടുക. കുറച്ച് ലെങ്തിന് ഇങ്ങനെ കയറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കയറ്റി വിടുക. ഫുള്ള് നമ്മളിതാ ഇപ്പം ഇതിനകത്തോട്ട് ഫുള്ള് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനതാ ഈ സൈഡിലേക്ക് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ ഇതിങ്ങനെ വരും. ബാക്കി അടുത്ത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യണത് അടുത്ത സെറ്റിലോട്ട് നോക്കാം.